ഇന്ന് വെണ്ടയ്ക്ക കറി കേട്ടോ. അടിപൊളി വെണ്ടയ്ക്ക പുളിങ്കറിയാണ്. വെണ്ടയ്ക്ക പുളിങ്കറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണാൻ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യണ്ടേ. കാണാൻ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് വെണ്ടയ്ക്ക പുളിങ്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മുറിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കണം. അതായത് വർത്തമാനം പറയുമ്പോൾ നിന്ന് പോയാണ്. അതിൻ്റെ ഇടയിൽ വേറെ ആൾക്കാർക്ക് ഇത് നന്നായി കഴുകിയതാണ് കേട്ടോ. മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് കഴുകിയതാണ്. കഷ്ണം പോയ കൈ തട്ടി വെച്ച് പറയാം. കാൽക്കിലെ വണ്ടയ്ക്ക് എടുക്കണം. ഒരെണ്ണം പോയില്ല, എല്ലാം നല്ലതാണ്. കഴിഞ്ഞിട്ടില്ല, പോയിട്ടില്ല പറയാൻ പറ്റില്ല. അല്ല ഇതിലേ കഴുകി വെച്ച് കഴിഞ്ഞില്ല. ചിലതിലൊക്കെ എത്തിയിട്ടുണ്ടാവും. എനിക്ക് വെണ്ടയ്ക്ക കറിക്ക് കുറച്ച് പരിപ്പ് വേവിക്കാൻ വെക്കണം. തോരപ്പരിപ്പാട്ട 1 ഗ്ലാസ് ഇട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു വിസിൽ വരട്ടെ. പരിപ്പ് വന്ന് നോക്കാം. ഇതാട്ട പരിപ്പ് നന്നായി വന്നു. ഇവിടെ ഇരിക്കട്ടെ. ചീഞ്ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചീഞ്ചട്ടി ചൂടായി. ഇതിലേക്ക് 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, 1.5 ടീസ്പൂണ് മുളക് പൊടി ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. തീ ഓഫാക്കിയത്. ഒന്ന് ചൂടാവട്ടെ. അത്രയും മതി. ചൂടായി. ഇവിടെ ഇരിക്കട്ടെ. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടിയും ചൂടാവട്ടെ. ചട്ടി ചൂടായി. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവട്ടെ. 1/2 ടീസ്പൂൺ നല്ല ജീരകം, കുറച്ച് കടുക്, രണ്ട് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു 10 ചെറിയ ഉള്ളി, ഒരു 3 പച്ചമുളക്, ഉള്ളിയൊന്ന് മൂത്ത് വരട്ടെ. ഉള്ളി മൂത്ത് വന്നു. നമ്മുടെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കട്ടെ. വെണ്ടയ്ക്ക നന്നായി വഴറ്റിയെടുക്കണം. അതിൻ്റെ വഴുവഴുപ്പൊക്കെ ഒന്ന് പോകണം. വെണ്ടയ്ക്ക ഒന്ന് വഴണ്ട് വന്നു. ഇതിലേക്ക് വലിയൊരു തക്കാളി ഇട്ടാൽ വഴണ്ട് വന്നു. ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി പിഴിഞ്ഞിട്ടാണ്. പുളിങ്കറിയല്ല, അപ്പോൾ പുളി വേണ്ടേ. നമ്മുടെ നാട്ടിൽ മുളക് മല്ലിയില്ലേ, ചൂടാക്കിയത് അത് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു.
ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി അവിടെ വേവിച്ച് വെച്ച പരിപ്പിട്ട് കൊടുക്കുക. നന്നായി തിളക്കട്ടെ. ഇവിടെ വെണ്ടയ്ക്ക പുളിങ്കറി റെഡി ആയിട്ടാ. ഇനി താളിക്കൊന്നും ആവശ്യമില്ല, താളിച്ചതല്ലേ. സൂപ്പർ ടേസ്റ്റാണ്. നല്ല കുറുകിയ കറിയുണ്ട്, തേങ്ങയൊന്നും ഒഴിക്കാത്ത നല്ല ടേസ്റ്റാണിട്ടത്. കുറച്ച് വഴുതിരിങ്ങ ഉണ്ടോ, അത് ഉപ്പേരി വെക്കട്ടെ കേട്ടോ. ഉപ്പേരി പറഞ്ഞാൽ ഇവിടെ മെഴുക്ക് പറ്റിയുണ്ടാ, എല്ലാത്തിനും ഉപ്പേരി എന്നാ പറയുക. കുറച്ചുള്ളൂ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടാവട്ടെ. കുറച്ച് കടുക് പൊട്ടട്ടുണ്ട്, ഒരാഴ്ചയായി കൊണ്ടുപോയിട്ട്. 2 വറ്റൽമുളക്, നീണ്ടോളം കറിവേപ്പില, കുറച്ച് സവാളയും ചെറിയ ഉള്ളി ഇല്ലേ തമ്മിൽ. ഉള്ളി വഴണ്ട് കുറച്ച് വഴുതിരിങ്ങ ഇട്ടിട്ട് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ചതച്ച മുളക് പൊടി ഇല്ല, നേരില്ല, സമയം പോയി. അടച്ചു വെച്ച് വേവട്ടെ. വൈദ്യുതി മെഴുക്ക് പറ്റി റെഡി ആയിട്ടാ. വെള്ളം ഒഴിക്കാണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റുണ്ട്. വെള്ളം കുടിക്കാനെടുക്കണ്ട. മഴ പെയ്തപ്പോൾ വെള്ളം മൂടി. കുടിക്കാൻ മാത്രം 2 കൂടെ എടുക്കുള്ളൂ, അതുകൊണ്ട് അതിലിടാത്തത്, തുടിയിലിട്ട് വലിക്കാത്തത്. ഇനി നാളെ എടുക്കുള്ളൂ. ചൂട് ചോറ് ഇട്ടാ വഴുതിരിങ്ങ മെഴുക്ക് വരട്ടി. നമ്മുടെ പുളിങ്കറി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം വെച്ച് നോക്കണേ. പിന്നെ ഇതാട്ടാ അടിപൊളി സാലഡാണ്. സവാള, പച്ചമുളക്, പുളി, കറിവേപ്പില എല്ലാം കൂടിയിട്ട് അടിപൊളിയായിട്ടത്. സൈഡ് ഡിഷ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒക്കെ തേങ്ങയില്ലാത്താണ്. സൂപ്പർ. ഈ പുളിങ്കറി വെക്കാത്തവരെന്ന് വെച്ച് നോക്കട്ടോ. ഈ സാലഡ് അടിപൊളിയാണ്. അപ്പോൾ ഇത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.